കഴിഞ്ഞ വർഷം ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ട നടൻ മണിയൻപിള്ള രാജുവിന്റെ രൂപം ആരാധകരെ ഏറെ ഞെട്ടിച്ചിരുന്നു. പ്രിയ താരത്തിന് എന്തു പറ്റി എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടയിലാണ് താൻ ക്യാൻസർ സർവൈവർ ആണെന്ന് വെളിപ്പെടുത്തി മണിയൻപിള്ള രാജു തന്നെ രംഗത്ത് വന്നത്. ക്യാൻസർ ആണെന്ന് അറിഞ്ഞ നിമിഷം താൻ തളർന്നു പോയെന്ന് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. അസുഖബാധിതനാണെന്ന കാര്യം മമ്മൂട്ടിയെ വിളിച്ച് പറഞ്ഞതും അദ്ദേഹം നൽകിയ മറുപടിയും മണിയൻപിള്ള രാജു പങ്കുവയ്ക്കുന്നുണ്ട്. രാജു പറയുന്നത് ഇങ്ങനെയാണ്: നിസ്സാര കാര്യങ്ങൾക്ക് തളരുകയും വിഷമിക്കുകയും ചെയ്യുന്ന ആളാണ് താൻ. പക്ഷേ അത് നിമിഷങ്ങൾ മാത്രമേ നിൽക്കുകയുള്ളൂ. പിന്നെ അതിൽ നിന്ന് വേഗത്തിൽ തിരിച്ചു വരും. താനൊരു ഫൈറ്ററാണ്, പോരാളിയാണ്. ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ആ ഒരു സെക്കൻഡ് താൻ തളർന്നു പോയി. എൻ്റെ ജീവിതം ഇവിടെ തീർന്നല്ലോ, ഇനി എന്താണ് ചെയ്യുക? പിന്നെ ഞാൻ ആലോചിച്ചു, പൊരുതുക തന്നെ. മമ്മൂട്ടിയെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫൈറ്റ് ചെയ്യണം, നമ്മളൊക്കെ ഇവിടെ 200 കൊല്ലം ജീവിക്കാൻ വന്നവരല്ലേ, നീ ഫൈറ്റ് ചെയ്യടാ എന്ന്. അപ്പോൾ താനും വിചാരിച്ചു, നമ്മൾ തളർന്നാൽ പോയി. ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടുത്തെ നഴ്സുമാർ പറയും, ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴും തൻ്റെ കുട്ടിത്തം മാറിയില്ല എന്ന്. എല്ലാവരിലും ഒരു കുട്ടിത്തം കാണും. ആശുപത്രിയിൽ കിടക്കുമ്പോഴും തനിക്കതുണ്ടായിരുന്നു. നഴ്സുമാരൊക്കെ എത്രയോ രോഗികളെയും മരണങ്ങളെയും കാണുന്നവരാണ്. പക്ഷേ അവർക്ക് തന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അവർ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്ന്. പരിചയമില്ലാത്ത ഒരുപാട് പേർ തന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ പറയും, സാറിൻ്റെ ആരോഗ്യം പൂർണ്ണമായി തിരിച്ചു കിട്ടട്ടെ എന്നോ, അല്ലെങ്കിൽ രാജുവേട്ടൻ തിരിച്ചു വരും എന്നൊക്കെ. അതൊക്കെ എനിക്കൊരു പ്രചോദനമായിരുന്നു. ഇപ്പോൾ അയ്യോ ക്യാൻസർ വന്നല്ലോ, എല്ലാം തീർന്നല്ലോ എന്നൊരു വിചാരമില്ല. ഇനിയും ഫൈറ്റ് ചെയ്യും, ഇനിയും അഭിനയിക്കും, പടങ്ങൾ നിർമ്മിക്കും. ആ ഒരു തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ചിലർ വിവരമില്ലായ്മ കൊണ്ട് പൊതുസ്ഥലത്തൊക്കെ വെച്ച് നമ്മൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും. താൻ മരിച്ചുപോയോ എന്ന് എന്നോട് തന്നെ വിളിച്ചു ചോദിച്ച ഒരാളുണ്ട്. ചേട്ടാ, ഉള്ളതാണോ ഈ കേൾക്കുന്നത്? ചേട്ടൻ മരിച്ചു എന്ന് എന്തൊരു മണ്ടൻ ചോദ്യമാണ് നിങ്ങളീ ചോദിക്കുന്നതെന്ന് താൻ ചോദിച്ചു. അല്ല ചേട്ടാ, സിനിമയിലായതുകൊണ്ട് പലരും പലതും പറയും, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അതൊരു തമാശയായിട്ടേ താൻ എടുത്തിട്ടുള്ളൂ. ഒരിക്കൽ ഒരു കല്യാണ റിസപ്ഷന് പോയപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വയസ്സായ ഒരാൾ എല്ലാവരും കേൾക്കെ വിളിച്ചു ചോദിച്ചു, ഷുഗർ അടിച്ചല്ലേ, അങ്ങ് വല്ലാതെ ഓഞ്ഞു പോയല്ലോ, വാർന്നു പോയല്ലോ ആളെന്ന്. അപ്പോൾ താൻ അയാളെക്കാളും ഉറക്കെ പറഞ്ഞു, ഷുഗർ ഒന്നുമല്ല, അതിനേക്കാൾ നല്ല സാധനമാണ് ക്യാൻസർ. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണ്. ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന്. അതോടെ ആളുകൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. വയ്യാത്ത ഒരാളോട് ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. എന്തായാലും ഇപ്പോൾ താൻ എല്ലാം കൊണ്ടും ഓക്കെയാണെന്ന് മണിയൻപിള്ള രാജു പറയുന്നു.